കുട്ടിക്കാലത്ത് എല്ലാവർക്കും പല സ്വപ്നങ്ങളും ഉണ്ടാകുമല്ലേ? വലിയ കായിക താരമാകണമെന്നും കലാപ്രതിഭയാകണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നവർ. അതിനായി ചെറുപ്പം മുതൽ പരിശീലനം നടത്തുന്ന കുട്ടികളെ കാണാറുണ്ട്. എന്നാൽ ആ പരിശീലകൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ദുരനുഭവം ഉണ്ടായാലോ പിന്നെ മാനസികമായി തകർന്നു പോകും, കായിക ഭാവി തന്നെ ഇല്ലാതാകും. തിരുവനന്തപുരം വള്ളക്കടവിലെ മനു എന്ന ക്രിക്കറ്റ് കോച്ച് ഇങ്ങനെ കുറേ കുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട്. 2018 മുതൽ നടന്ന ലൈംഗിക പീഡന കേസിൽ വർഷങ്ങൾക്ക് ശേഷമാണ് ഇയാൾ പിടിക്കപ്പെട്ടത്. കുട്ടിയെ പീഡിപ്പിച്ച ക്രിക്കറ്റ് കോച്ച് രണ്ടാമത്തെ കേസിലും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. ചൊവ്വാഴ്ചയാണ് ശിക്ഷാവിധി. ക്രിക്കറ്റ് പരിശീലനത്തിനായി വന്ന വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിലാണ് കോച്ചായിരുന്ന വള്ളക്കടവ് ശ്രീവരാഹം സ്വദേശി മനു എം രണ്ടാമത്തെ കേസിലും കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി അഞ്ജു മീര ബിർളയാണ് വിധി പറഞ്ഞത്. ബലാത്സംഗ ശ്രമത്തിലും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ശിക്ഷാവിധി ചൊവ്വാഴ്ച പ്രഖ്യാപിക്കും. തിരുവനന്തപുരത്തെ പ്രമുഖ ക്രിക്കറ്റ് കോച്ചിംഗ് സെന്ററിൽ 2018 പരിശീലനത്തിനായി കുട്ടിയെത്തുന്നത്. ആദ്യം കുറച്ചു നാളുകൾക്ക് ശേഷം കുട്ടിയെ പരിശീലനത്തിന് എന്ന് പറഞ്ഞ് ജിമ്മിലേക്കും ശുചിമുറികളിലേക്കും മറ്റും കൊണ്ടുപോയാണ് ലൈംഗികമായി പീഡിപ്പിച്ചത്. ഇതുകൂടാതെ കുട്ടിയുടെ നഗ്ന ഫോട്ടോയും വീഡിയോയും പ്രതി എടുക്കുകയും മറ്റൊരു കേസിലെ അതിജീവിതയെ ഭീഷണിപ്പെടുത്തി ഈ കേസിലെ അതിജീവിതയുടെ നഗ്ന വീഡിയോ എടുപ്പിക്കുകയും ചെയ്തിരുന്നു. 2019 കുട്ടി കോച്ചിങ്ങിനായി മറ്റൊരു സ്ഥലത്തേക്ക് പോയി. പീഡനം പുറത്തു പറഞ്ഞാൽ ക്രിക്കറ്റ് ഭാവി തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനാൽ കുട്ടി ഇക്കാര്യം ആരോടും പറഞ്ഞില്ല. ഈ കുട്ടിക്ക് പുറമെ പരിശീലനത്തിനെത്തിയ മറ്റ് 5 കുട്ടികളെയും പ്രതി പീഡിപ്പിച്ചിട്ടുണ്ട്. പീഡനത്തിൽ മനം നൊന്ത് ഇവരും വേറെ സ്ഥലത്തേക്ക് കോച്ചിങ്ങിന് പോയി. ഇവരും പ്രതിയെ ഭയന്ന് സംഭവം പുറത്തു പറഞ്ഞിരുന്നില്ല. 2024 തിരുവനന്തപുരത്ത് നടന്ന പെൺകുട്ടികളുടെ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ എത്തിയ ഒരു പെൺകുട്ടി വർഷങ്ങൾക്ക് ശേഷം പ്രതിയെ കണ്ടതിനെ തുടർന്ന് ഭയന്ന് ബഹളം വെച്ചപ്പോഴാണ് പീഡന സംഭവം പുറത്തറിയുന്നത്. ഈ കുട്ടിയുടെ പരാതി പുറത്തറിഞ്ഞതോടെയാണ് മറ്റു കുട്ടികൾക്കും പരാതി നൽകാനുള്ള ധൈര്യം ലഭിച്ചത്. തുടർന്ന് പ്രതിക്കെതിരെ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതിൽ 4 കേസുകളുടെ വിചാരണ പൂർത്തിയായി. ഒരു കേസിൽ പ്രതിയെ ഇതേ കോടതി 16 വർഷം കഠിന തടവിനും പിഴയ്ക്കും കഴിഞ്ഞ മാസം ശിക്ഷിച്ചിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് RS വിജയ് മോഹൻ കോടതിയിൽ ഹാജരായി. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.